അത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഇവരിത് തരുന്നില്ല, സർക്കാർ കേന്ദ്രം കൊടുക്കണില്ല. കേന്ദ്രം പറയുന്നത് സർക്കാർ കേരളം കണക്കും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. ആദ്യം വന്നിട്ട് കേന്ദ്രം വന്നിട്ട് പോകുന്നു പറയുന്നു, അവർ പേപ്പർ കൊണ്ട് അവർ പൈസ കൊടുക്കാന്ന് പറയുന്നു, കേരളം പൈസ കണക്ക് കൊടുക്കാന്ന് പറയുന്നു. അത് ശരിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തും അനാസ്ഥയാണ് ശരിക്കും അത് സംഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ആര് തട്ടിക്കളിച്ചാലും പാവപ്പെട്ടവന്റെ അവസ്ഥ വല്ലാതെയായി. ഇതിനകത്തൊരു നാടൻകളി നടക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായ സമയത്ത് അവിടെയൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നടത്തിയിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് പോലും ആ പണത്തെ ഉപയോഗിച്ചിട്ട് ഈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഒരു പദ്ധതി എന്ന് പറഞ്ഞ സാധനം പൊതുജനത്തെ ഇന്നുവരെ കാണിച്ചിട്ടില്ല. എല്ലാവർക്കും ഇത് വാർത്ത കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ. ആ പാവങ്ങളുടെ അവസ്ഥ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ആരെങ്കിലും ഇതിപ്പം സന്നദ്ധ സംഘടന കൊടുക്കാന്ന് പറയുന്നത്, അതുപോലും സന്നദ്ധ സംഘടനയിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ പോലും സർക്കാർ ഒരു സ്ഥലം കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ തയ്യാറാകുന്നില്ല. അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന 9,000 രൂപ പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഈ കേരള സർക്കാർ എന്ന് പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ വീണ്ടും വലിയൊരു ദുരിതത്തിലേക്ക് മാറ്റുന്ന ഒരു സമീപനമാണ് രണ്ട് സർക്കാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം അതിൻ്റെ പേരിൽ വയനാട്ടിലെ ജനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ തന്നെ അവർക്ക് നീതി കിട്ടുന്നതുവരെ വയനാട്ടിലെ ജനം ഒന്നായിക്കൊണ്ട് തന്നെ, അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നായിക്കൊണ്ട് തന്നെ പോരാടും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല.